ആരാണെന്ന് പറഞ്ഞ് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒപ്പം തന്നെ കൊല്ലത്ത് നിന്ന് വന്നിരുന്നു. അതെ, അവരൊക്കെ ആളുടെ പേര് പറ. രേഖകളടക്കമുണ്ട്. എന്ത് രേഖ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ മൈക്രോ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കുറ്റക്കാരൻ ആണെന്ന് കണ്ടുപിടിച്ചാൽ ഞാൻ പൊതുജീവിതം അവസാനിപ്പിച്ചു തരാം. ഇവിടെ വെച്ചല്ലേ പറയണത്. ഈ മൈക്രോ ഫിനാൻസ് കേസിൽ കുറ്റപത്രം അംഗീകരിച്ചിട്ടുണ്ട്. അത് ചാർജ് ഷീറ്റായിട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. കാരണം കുറ്റം ചെയ്തെങ്കിലല്ലേ എനിക്ക് ആശങ്കയുണ്ടാവണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ഈ ചാനലിനാണല്ലോ ഈ രാജ്യത്തെ സൃഷ്ടിയും സംഹാരവും നടത്തുന്നത്. ഈ മൈക്രോ എന്താണ്, എനിക്കുള്ള റോൾ എന്തായിരുന്നു എന്ന് ഈ നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? കുറേ ചാനൽ ചർച്ചക്കാരിങ്ങനെ വന്നിരുന്നുണ്ട്, വൈകുന്നേരം ഇരുന്നുണ്ട്, കുറേ വർത്തമാനം പറയണം. ആ പറയണതല്ലാതെ സത്യമെന്ത്? നിങ്ങൾ വാ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ചാനലുകളെ പ്രതിനിധീകരിച്ച ഒരാൾ വാ, എന്നിട്ട് നിങ്ങൾ ഈ ഇഷ്യൂ ഒന്ന് പഠിക്കുക. എന്താണ് മൈക്രോ ഫൈനാൻസ്, എന്താണ് വെള്ളാപ്പള്ളിക്കുള്ള റോള്, ആരാണ് പണം മോഷ്ടിച്ചത് എന്ന് നിങ്ങൾ തിരക്ക്. അതിനുള്ള തിരക്കായി അന്വേഷിക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തുതരാം. ഇത്രയും നാൾ കുറ്റപത്രം വൈകിയതിനകത്ത് രാഷ്ട്രീയ സംരക്ഷണം കിട്ടിയെന്നൊരു ആരോപണമുണ്ട്. എവിടെ കിട്ടി? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണ്ടേ. എനിക്ക് സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 10 കൊല്ലം കൊണ്ട് അതില്ലാതാക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറയണം, ഈ പിണറായി വിജയൻ്റെ മുമ്പിൽ വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ചെന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ അതിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ശുപാർശ ചെയ്യാൻ ഞാൻ ചെന്നിട്ടില്ല. പക്ഷേ ചെല്ലണമെന്ന് താല്പര്യമുള്ള ചില ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. ആരാണെന്ന് അറിയാലോ? ശശി, പൊളിറ്റിക്കൽ ശശി. നിങ്ങൾക്കറിയാമല്ലോ, നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതുകൊണ്ട് എന്തെല്ലാം വിവാദങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ, മണിച്ചൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള ഏതെല്ലാം കാര്യങ്ങൾ വിവാദങ്ങൾ ഉണ്ടായി പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇടയ്ക്ക് കയറി വന്നത്. ഈ പിണറായി ഗവൺമെൻറ് നശിപ്പിച്ച അന്തൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് നോട്ടീസൊക്കെ അയക്കുന്നു പറഞ്ഞിട്ട് അയച്ചോട്ടെ. കാരണം ആ മനുഷ്യൻ്റെ മുമ്പിൽ ചെന്ന് ഞാനൊന്ന് ഉപസാരിക്കണമെന്ന് താല്പര്യമുണ്ട്. പോടാ പുല്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് പോകേണ്ട കാര്യമില്ല. അയാളുടെ മുമ്പിൽ പോയിട്ട് എനിക്ക് സറണ്ടർ ചെയ്യേണ്ട കാര്യം, ഞാൻ കുറ്റം ചെയ്തെങ്കിലല്ലേ ഉള്ളൂ. ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ മൈക്രോ ഫൈനാൻസുമായിട്ട് ഈ മോശമായിട്ട് എനിക്ക് പുലബന്ധം പോലുമില്ല. ഏത് അന്വേഷണത്തിൽ വരട്ടെ. ഇപ്പോൾ തന്നെ ഒരു കട്ടപ്പുറത്തിരിക്കുന്ന നേതാവ് കയറി വന്നിട്ടുണ്ടല്ലോ, സുധീരൻ. ആർക്കും വേണ്ടാതെ ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഓടിച്ചാമുണ്ട്. ആ വൈരാഗ്യം തീർക്കാൻ ഇപ്പോൾ 3ാമത്തെ പണിയാണ് എനിക്ക് ചെയ്യണത്. ആദ്യത്തെ പണി ഞാൻ മറ്റം ഫൈനാൻസ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് കേസ് കൊടുത്ത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് ഒരു പുല്ലും ഇല്ല എന്നും പറഞ്ഞ് അത് പോയി. കട്ടപ്പുറത്താക്കാൻ എന്ത് പണിയാണ് ചെയ്തത്? അത് ഭരണത്തിൽ നിന്ന് പോയില്ലേ? ആലപ്പുഴയിൽ നിന്ന് ഈ പരദേശിയല്ലേ വന്ന് ആലപ്പുഴയിൽ നിന്ന് വിൽസാൻ വന്ന് ഞാൻ തന്നെയാണ് അതിനെതിരായി നിന്ന് തോറ്റ് തുന്നമ്പാടി ഇവിടെ നിന്ന് പോയില്ലേ? ആ വൈരാഗ്യം. അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ വല്ലയിടത്തും എത്തിയ കട്ടപ്പുറത്തിരിക്കുകയല്ലേ, വീലെല്ലാം പഞ്ചറായി, ഓടാനും ഓടിക്കാനും നിവൃത്തിയില്ലാതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്ന കട്ടപ്പുറത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് സുധീരൻ. അല്ല, അദ്ദേഹം മത്സരിക്കാൻ എവിടെ നിന്നാ ജയിക്കും? ഇല്ലെന്ന് പറഞ്ഞ് ആഗ്രഹമൊക്കെ വളരെ ഉണ്ട്. അദ്ദേഹം എത്രാമത്തെ പണിയാണ് സുധീരൻ? നേരത്തെ ചെയ്ത പണി എന്താണ്? KPCC പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ എന്തായത്? ഞാൻ വർഗീയ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്ത് എന്നെ പോലീസ് പ്രതിയാക്കിയില്ലേ? അതുകൊണ്ട് തന്നെ 10 കൊല്ലം ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പോകാൻ കാരണമെന്താണ്? ഈ സുധീരൻ്റെ ആ ഒരൊറ്റ എഴുത്താണ്. രമേശ് ചെന്നിത്തല എന്നെ പ്രതിയാക്കി കേസ് കൊടുത്തു. ആ കേസെന്തായി? ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു വർഗീയതയില്ലെന്ന്. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴും ഭരണത്തിൽ വന്നു. ഭരണത്തിൽ വന്നപ്പോൾ താനാണ് എൻ്റെ ഭരണത്തിൽ കൊണ്ടുവന്നതിൻ്റെ തന്തയാണ് ഞാനെന്ന് അദ്ദേഹമാണ് ജന്മം കൊടുത്തതെന്നുള്ള ധാരണയോട് കൂടി ഇന്ന് സതീശൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. കൂടിയിട്ട് എന്താ ചെയ്തു? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിട്ട് നിൽക്കുന്ന മഹേഷിൻ്റെ അനന്തരനെ വിളിച്ചു വരുത്തി പരാതി എഴുതി മേടിച്ചിട്ട് ആ പരാതി ഇന്ന് മുഖ്യമന്ത്രിക്കും അവർ ആഭ്യന്തരമന്ത്രിക്കും കൊടുത്തിരിക്കുകയാണ്. കൊടുക്കട്ടെ, തെളിയിക്കട്ടെ ചുണയുണ്ടെങ്കിൽ. അപ്പോൾ അറിയാൻ ഞാൻ ആരാണ്, സത്യം എന്താണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല.
പ്രതികരണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചില സംശയങ്ങളൊക്കെ പറഞ്ഞത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. താങ്കളെ വന്നത് കണ്ടതിന് ശേഷമാണ് ഈ ഒരു ദുരൂഹ മരണം എന്നൊക്കെ കള്ളമില്ല. പോലീസ് എൻക്വയറി നടത്തുന്നുണ്ട്. എന്നെ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പോലീസ് എൻക്വയറി നടത്തിയിട്ടുണ്ടല്ല. എൻക്വയറി നടത്തിയതിൻ്റെ ആ പോലീസ് ഓഫീസർമാരെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എടുക്കുക. താങ്കൾ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കൂടെ നിലവിലില്ലാത്ത ഒരാളെ അധിക്ഷേപിക്കേണ്ട ആവശ്യം ആക്ഷേപിക്കുക. സത്യം പറയാൻ പറ്റേ. അയാൾ നാടൻ പ്രയോഗമാണോ ഒരു ഗതിയും അങ്ങനെ തന്നെ പറയാം? അങ്ങനെ തന്നെ പറയാം. അയാൾ ആരായിരുന്നു? ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു കുടികിടപ്പുകാരനായിരുന്നു ഈ മഹേശൻ. ഇപ്പൊ വൈരുദ്ധ്യമില്ല, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളെ സംരക്ഷിക്കുകയാണ് താങ്കളുടെ ഉത്തരവാദിത്വം. താങ്കൾ അവിടെ പ്രസംഗത്തിൽ പറഞ്ഞു. അതെ. അപ്പോൾ ഇതൊരു അധിക്ഷേപമല്ലേ? അല്ല, അപ്പോൾ എങ്ങനെയാണ്? അതാ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവന് ഞാൻ ഗതിയുള്ളവനാക്കി. ഗതിയില്ലാത്തവനാക്കിയവൻ ആരായിരുന്നു? വെറും ഒരു ഗതിയും പരഗതിയില്ലാതെ 10 സെന്റ് നിൽക്കും. അവൻ്റെ അമ്മ അപ്പം ചുട്ടും ഇതിനെയൊക്കെ വളർത്തിയപ്പോൾ ഞാൻ വിളിച്ചു കൊടുത്ത് ഞാനൊരു ശമ്പളത്തിൽ നിർത്തിയതാണ്. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇയാളൊരു യൂണിയൻ നേതാവാക്കി. അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം കാണിച്ചു. നിങ്ങൾ തിരക്ക് നാട്ടി വന്നു. അല്ലാതെ ആളുകളും ചാനൽ ചർച്ചയൊക്കെ ഇട്ടിട്ട് ഇതും പറയരുത്. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാൻ. നിങ്ങളൊരു ചാനൽക്കാർ വാ, ആ നാട്ടിൽ വാ. എത്രയോ ജീവിതത്തെ തകർത്താണ്, എത്രയോ പെണ്ണുങ്ങളെ വഴിയാധാരാക്കി. ഇത് പറയാൻ ആരുമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ വേട്ടയാടുന്നത് ന്യൂസാക്കാനും അത് മീഡിയയിൽ കാണിക്കാനും താല്പര്യം കാണിക്കുമ്പോൾ എനിക്കൊരു വിഷമമില്ല. കാരണം ഞാൻ ഒരുപാട് കണ്ടവനാണ്, കേട്ടവനാണ്. ഞാൻ വെയിലത്ത് വാടത്തില്ല, തീ കുരുത്തവനാണ്. വിമർശനങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാനാണ് മോട്ടിച്ചത്, അവനെ മോട്ടിച്ചത് ഞാൻ തെളിയിക്കുകയും ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ ആരുടെ മുമ്പിൽ വളയാതെ തൻ്റെ അടുത്തോട് ധൈര്യമായിട്ട് നിൽക്കുന്ന കാരണമുണ്ട്. ഞാൻ കുറ്റം ചെയ്യാത്തതുകൊണ്ടല്ലേ. പിണറായി വിജയൻ മാറി വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറച്ചുകൂടെ ഒരു കാർക്കശ സ്വഭാവം ഉണ്ടാകുന്ന താങ്കൾ ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ, ഒരു ഭയമുണ്ടോ? ഒരു ഭയമില്ല. സതീശൻ അന്വേഷിക്കട്ടെ. സതീശനെ കൊടുത്തിട്ടുണ്ടല്ലോ എപ്പോഴും നമ്മുടെ KPC ഇവിടെ സുധീരൻ അന്വേഷിക്കട്ടെ.